കണ്ണനായിട്ട് അടുത്തു കഴിഞ്ഞാലേ കണ്ണന്റെ എല്ലാ ദുശീലങ്ങളും ഉമ്മക്കും കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കണ്ണൻ ഒരിക്കൽ യശോദമ്മനോട് ചോദിച്ചു, ഈ വെണ്ണ എനിക്ക് മാത്രം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? യശോദമ്മ കണ്ണന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, വെണ്ണ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാ ഉള്ളത് എന്റെ കണ്ണാന്ന്. അപ്പോഴാ കണ്ണൻ ചിന്തിച്ചേ, ഗോകുലത്തിലെ എല്ലാ അമ്മമാരും വെണ്ണ ഉണ്ടാക്കി വെക്കണ സമയത്ത് കട്ടെടുത്ത വെണ്ണ പങ്കുവെച്ച് കഴിക്കാൻ കണ്ണന്റെ കൂടെ കണ്ണന്റെ കൂട്ടുകാരും ഉണ്ടാവാറുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ വെണ്ണ കണ്ണന് മാത്രം പ്രിയപ്പെട്ടതല്ല കേട്ടോ, കണ്ണന്റെ കൂട്ടുകാർക്കും ഭക്തർക്കും എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. തലേന്ന് രാത്രി മേടിച്ചു വെക്കുന്ന വെണ്ണ രാവിലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് കണ്ണന് വെച്ച് കൊടുക്കാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ 3 മാസത്തിലേറെയായി ഞാനും കഴിക്കാറുണ്ട്. പൊതുവെ വെണ്ണയൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇപ്പൊ നേരെ തിരിച്ചാ, എന്നും രാവിലെ വിളക്ക് വെച്ച് കണ്ണന് വെണ്ണ കൊടുക്കുന്ന സമയത്ത് എനിക്കും അതൊന്നൊരു ഭാഗം വേണം. മാസത്തിൽ വിളക്ക് വെക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ പോലും വെണ്ണ വാങ്ങി ഞാൻ കഴിക്കാറുണ്ട്. ആ സമയം കണ്ണനോട് പറയും, കണ്ണ ശുദ്ധിയായി വിളക്ക് വെക്കണ സമയത്ത് കുറച്ച് കൂടുതൽ വെണ്ണ നിനക്ക് തരാട്ടോ. എനിക്ക് മാത്രമാണോ ഈ ഒരു ശീലം എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല കേട്ടോ, എന്റെ ചേച്ചിയും ഇതേപോലെ തന്നെയാണ്. നാട്ടിലുള്ള തിരുവച്ചിറ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് എന്റെ ചേച്ചി എക്സ്ട്രാ പുഷ്പാഞ്ജലിക്ക് വേണ്ടിയും ഷീട്ടാക്കാറുണ്ട്. എന്തിനാന്നറിയോ? അമ്പലത്തിൽ കണ്ണന് നിവേദിച്ച വെണ്ണ കഴിക്കാൻ വേണ്ടി. എക്സ്ട്രാ കൂടുതൽ വെണ്ണ കിട്ടുമല്ലോ എന്ന് കരുതി കൂടുതൽ പുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞേ, കണ്ണന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ കണ്ണന്റെ ചില ദുശീലങ്ങൾ നമുക്കും കിട്ടി തുടങ്ങുന്നു.